ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇതുവരെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതായത് രാവിലെ എണീറ്റു. നമ്മുടെ ദർശപ്പനും കൂടെ എണീറ്റുണ്ട്. ഞാൻ കാണിച്ചുതരാം. ദർശപ്പൻ എണീറ്റോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് നല്ല സ്വഭാവത്തിലാണ് എണീറ്റ്. വലിയ പ്രശ്നമൊന്നുമില്ല. ആളെ ഇളക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നല്ല സ്വഭാവത്തിൽ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാറക്കുട്ടി നേരത്തെ എണീറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. റെഡി ആയിട്ടില്ല, എണീറ്റിരിക്കുന്നുണ്ട്. അപ്പോൾ അവളെ കണ്ടൊരു സന്തോഷമാണ്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്കിനി പിന്നെ കാണാം. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ദർശപ്പന് പല്ല് തേപ്പിക്കൽ പരിപാടിയാണ്. കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണത്. കണ്ടില്ല, ആളിപ്പോൾ തന്നെ ഭയങ്കര വാശിയാണ് കേട്ടോ. അപ്പോൾ അവന് പല്ല് തേക്കാതെ ഫുഡ് വേണം, അതാണ് അവൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. പല്ല് തേച്ചപ്പ പല്ലിക്കാം പല്ലിക്കാം പല്ലിക്കാം. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പക്ഷേ നമ്മുടെ ദർശപ്പൻ കഴിച്ചില്ല. അവൻ പല്ല് തേച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഭയങ്കര വാശിയായി. അവനൊരു ദിവസത്തിൽ അവൻ എത്ര പ്രാവശ്യം വാശി പിടിക്കുന്നത് അവൻ തന്നെ അറിയില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, അപ്പം തന്നെ ആൾ വാശി പിടിച്ചു കൊടുക്കും. ഉമ്മ വെച്ച് തന്നെ സോപ്പിടാനുള്ള പരിപാടിയൊന്നും വേണ്ട. വെറുതെ എന്തെങ്കിലും കാര്യം മതി അവന് വാശി പിടിക്കാൻ. പിന്നെ അവനൊരു 1-1.5 മണിക്കൂർ നിന്ന് കരയും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഭക്ഷണമൊന്നും കഴിക്കാതെ ആളിവിടെ നിൽക്കുകയാണ്. കാർട്ടൂണാണ് കാണുന്നത്. റിമോട്ടൊക്കെ എനിക്ക് തരുന്നുണ്ട് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാർട്ടൂൺ നിക്ക് ചാനലിലെ കാർട്ടൂണിൽ നിന്ന് കാണുകയാണ്. ചായ മാത്രം കുടിച്ചു, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി സ്വഭാവമൊക്കെ ശരിയായിട്ട് വേണം ഭക്ഷണം കൊടുക്കാനായിട്ട്. ഇല്ല ദശപ്പ, നമുക്ക് പാപ്പ കഴിക്കാം. ചെറിയൊരു കാര്യം മതി കുട്ടിക്ക് വാശി പിടിച്ച് കരയാൻ വേണ്ടിയിട്ട്. എന്താ വേണ്ടേ? പാപ്പ കഴിക്കാം. എങ്ങനെയെങ്കിലൊക്കെ ഫുഡൊന്ന് കൊടുക്കാൻ നോക്കണം. കഴിക്കാത്ത കുട്ടിയൊന്നുമല്ല, നല്ല ഭക്ഷണം കഴിക്കുന്ന കുട്ടി തന്നെയാണ്. പക്ഷേ വാശി കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര അലമ്പാണ്. അപ്പോൾ പിന്നെ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഇനി ഒന്ന് ശരിയായിട്ട് വേണം ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പിള്ളേർ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാറുകുട്ടി ഇതേ ഉറങ്ങാൻ പോവാണ്. അവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ നേരം ആകുമ്പോഴേക്കും ഉറങ്ങുന്ന ശീലമുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഇതേ AC റൂമിൽ വന്നിട്ട് AC ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ. സ്വിച്ചിൻ്റെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. AC ഇട്ട് തരാനാണ് ദർശു പറയുന്നത്. എന്താ വേണ്ടേ ദർശുവിന്? എന്താ വേണ്ടേ? എൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോകണം അവന് AC ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്തിനാ AC? രാത്രി കിടക്കുമ്പോഴല്ലേ AC വേണ്ടേ ദർശേ? അല്ലേ? ഇപ്പം എന്തിനാ? ഇപ്പം എന്തിനാ AC? ഇപ്പം AC ഇടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇന്ന് അച്ഛനും അമ്മയും വീട്ടിലില്ല, അവർ പരിപാടിക്ക് പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൂപ്പനുണ്ട്. പിന്നെ അപ്പൂപ്പൻ മൂവാറ്റുപുഴ പോയപ്പോൾ ഞങ്ങൾ അപ്പൂപ്പനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവർ പരിപാടിക്ക് പോയ കാരണം ഫുഡ് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളോട് ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാനാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. കറി ഉപ്പേരിയൊക്കെ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ചേച്ചി അവിടെ അടിച്ചു വാരൽ തുടക്കൽ പരിപാടിയിലാണ്. കീത്തു വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി ഒന്നും മിണ്ടുന്നില്ല. പാറൂസ് ഉറങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാറുമോളെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കള്ളിപ്പെണ്ണാകെ കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളൂ. ആയി പറഞ്ഞത് പാറു. ആയി ഇനി പാറുവിന് ഫുഡൊക്കെ കൊടുക്കാണ്ട് ചിരി വരുന്നുണ്ട്. പാറുവിന് ചിരി വരുന്നുണ്ട്. ഇനി രണ്ടുപേരും കൂടെ ഭയങ്കര കളിയിലാവും കേട്ടോ. ഓക്കെ പാറുകുട്ടി ഇവിടെ ഓക്കെ. ഹായ് പറ. ഹായ് പറഞ്ഞേ. ഹായ്. മാമ കഴിക്കണ്ടേ? ഉറക്കപ്പിച്ചലാണ് ഗൈസ്. ഓക്കെ. അപ്പം നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കറി. പിന്നെ നമുക്ക് വഴുതനങ്ങയുണ്ട്. വഴുതനങ്ങയും കൊണ്ട് ഒരു ഉപ്പേരി വെക്കാം. പിന്നെ പപ്പടം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കേട്ടോ. അപ്പോൾ ഞാൻ കറിയൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പേരിക്കുള്ള പരിപാടി എന്നുള്ള നിലയ്ക്ക് വഴുതനങ്ങ അരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ അതേ പിള്ളേർ ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. ശ്രീകുട്ടിയും കൂടെ വന്നിട്ടുണ്ട്. അവിടെ രണ്ടുപേരും കൂടെ ഭയങ്കര കാര്യം പറച്ചിലൊക്കെയാണ്. ദർശപ്പാ എന്താ പരിപാടി? അപ്പൂപ്പനുണ്ട് ഇവിടെ.
നമുക്ക് അടുക്കളയിൽ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ ബാക്കിയുണ്ട്. പപ്പടം കാച്ചാനും കൂടിയുണ്ട്. അമ്മു ഇതേ തിരുമ്പി വരുന്നു. ഹായ് അമ്മു. അങ്ങനെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പണിയുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുളിക്കണം, പിന്നെ പിള്ളേരെയും കൂടെ കുളിപ്പിക്കാനുണ്ട്. ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ. ഹലോ. അപ്പോൾ ഉച്ചയിലെ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നു. പക്ഷെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ നേരം കിടക്കാനൊന്നും പറ്റിയില്ല, പെട്ടെന്ന് തന്നെ എണീറ്റു. ഇപ്പോൾ ഇതേ കറണ്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ പാറൂസിനെ കണ്ടോ? പാറൂസ് 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 നോക്കിയേ, കണ്ട. അപ്പോൾ ഇതേ കാപ്പി കുടിച്ച് അപ്പൂപ്പന് ഒരു കാപ്പി ഉണ്ടാക്കി കൊടുത്ത് പപ്പടം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ണൻ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് കണ്ണനെയാണ് കടയിലേക്ക് പറഞ്ഞയച്ചത് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ണൻ വന്നിട്ടുണ്ട്. കണ്ണ പോവാണോ? മഴ നനഞ്ഞ് വന്ന കണ്ണൻ. കണ്ണനൊരു തോർത്ത് എടുത്ത് കൊടുക്കട്ടെ. ഇതാടാ തോർത്ത്. മഴ നനഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു കണ്ണൻ. അച്ഛനില്ലാത്തതുകൊണ്ട് കണ്ണനെ പറഞ്ഞു വിടേണ്ടി വന്നു, അതാണ്. ദർശപ്പൻ ഇതെവിടെ കണ്ണനെ കണ്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു. ദശു ദശു വന്നേ. പപ്പടം കഴിക്കാ? അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് ഇനി പറയണത് ചപ്പാത്തി ഉണ്ടാക്കലാണ്. രാത്രി ഞാൻ ചപ്പാത്തിയാണ് കഴിക്കണേ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് നെക്സ്റ്റ് പരിപാടി. ഓക്കെ. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതേ രാത്രിയായപ്പോൾ രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അവർ രണ്ടുപേരും കഴിച്ചോളൂ. ഏകദേശം രണ്ടുപേർക്കും ഒരേ ടേസ്റ്റൊക്കെ തന്നെയാണ്, അതുകൊണ്ട് രണ്ടുപേരും കഴിച്ചോളൂ. അങ്ങനെ രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ അവരങ്ങനെ രണ്ടുപേരും കൂടെ ആര് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, അവരങ്ങനെ കഴിച്ചോളൂ. ഇന്നാൾ തരണമെന്നൊന്നുമില്ല, കഴിച്ചോളൂ. കണ്ടില്ലേ, ഇവനെ കാണുമ്പോൾ അവൾക്ക് ചിരിയാണ്, അവളെ കാണുമ്പോൾ ഇവനും ചിരിയാണ്. രണ്ടുപേർക്കും ഉറങ്ങാൻ യാതൊരു ഭാവവുമില്ല. കണ്ടോ, അതേ പാറുക്കുട്ടി ഇവിടെ ഓടി നടപ്പുണ്ട്. ദർശുവിനെ നോക്കാൻ വേണ്ടി വരികയാണ് അവൾ. ദർശു അല്ല പാറു. ദർശുവിടെ പാറു? ദർശുവിനെ തേടി പോവാണ് പാറു. ദർശു അതേ നിൽക്കുന്നു. AC ഇടാൻ വേണ്ടിയുള്ള നിപ്പാണ് ദർശു. ഇവനെ കാണുമ്പോൾ അവൾക്ക് ചിരി വരും, അവളെ കാണുമ്പോൾ ഇവനും ചിരി വരും. പിള്ളേരങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കൊടുക്കൽ നിർത്തി. ഇനിയിപ്പോൾ രാത്രിയല്ലേ, വല്ലാണ്ട് ഫുഡ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അതിന് മുന്നേ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ ഫുഡ് കഴിക്കാത്തതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ടില്ല, അവർ കുറച്ച് ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിള്ളേരെ ഉറക്കാനുള്ള പരിപാടിയിലാണ് ഇനി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉറങ്ങാനൊന്നും ആയിട്ടില്ല, അവർ രണ്ടുപേരും കൂടെ അലമ്പ് കളിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പിള്ളേർ സെറ്റിനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് കിടത്തി ഉറക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസത്തെ കാര്യങ്ങൾ. ഫുള്ളൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ മിസ്സായിട്ടുണ്ട്. എന്നാലും കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഫുള്ളായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ തൽക്കാലം ഇത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.